إن الحمد لله نحمد الله ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي نبي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها ألا وإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ആദരണീയരായ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിധിവിലക്കുകൾ, ഹറാം ഹലാലുകൾ, അവൻ്റെ പരിധികൾ കൃത്യമായിക്കൊണ്ട് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് പരമാവധി പാലിച്ച് അള്ളാഹുവിൽ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തെറ്റുകൾ അള്ളാഹു നമുക്കേവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു ഖബൂൽ ചെയ്ത് നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഏതാനും ദിവസങ്ങളിലാണ്. ഒരുപാടധികം തയ്യാറെടുപ്പുകൾ നടത്തേണ്ടിയിരിക്കേണ്ട ദിവസങ്ങൾ. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്കറിയാവുന്നതുപോലെ അടുത്തൊരു റമദാൻ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് ആഗതമാവുകയാണ്. അള്ളാഹു നമ്മേവരെയും ആ റമദാൻ അനുഭവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുൻകഴിഞ്ഞു പോയ റമദാനുകളിൽ നമ്മൾ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ നമുക്കറിയാം. ആ റമദാനുകളിൽ നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ള ഭാഗങ്ങൾ, നമുക്ക് എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയത്, എവിടെയൊക്കെയാണ് തയ്യാറെടുപ്പുകളിൽ വീഴ്ചകൾ വന്നത് എന്നതിനെയെല്ലാം സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഞാൻ എവിടെയൊക്കെയാണ് കഴിഞ്ഞ റമദാനിന് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് എനിക്ക് പരാജയപ്പെട്ടത്, എവിടെയൊക്കെയാണ് എൻ്റെ ഒരുക്കങ്ങൾക്ക് അടി നേരിട്ടത് എന്നതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് ഒരു അതിഥിയാണ്, ഏറ്റവും ആദരണീയനായ അതിഥി.
നമ്മുടെ വീടുകളിൽ അതിഥികൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ദൈഫഹു എന്നാണ്. നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ വരുമ്പോൾ റസൂൽ അവിടെ പറയുന്നത് അള്ളാഹുവിലും പരലോകത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടയാളമാണ് അവർ അതിഥികളെ ആദരിക്കുമെന്ന് പറയുന്നത്. വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ അടയാളമാണ്. അപ്പോൾ റമദാൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അതിഥിയാണ്. ആ ഒരു അതിഥിയെ ഭൗതികമായിട്ടുള്ള അതിഥികളെക്കാൾ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ സ്വാഗതം ചെയ്യേണ്ടതും അവരേറ്റവും ഭംഗിയായ രൂപത്തിൽ അതിനോട് പെരുമാറേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ടെന്നൊരു വാർത്ത നമുക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഒരു ഗേറ്റ്, നമ്മുടെ വീടുകളുടെ ഗേറ്റിങ്ങൽ അതിഥികൾ വന്ന് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യുക അവരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ റമദാനെയും നമുക്ക് ആ അർത്ഥത്തിൽ സന്തോഷത്തോടെ, ഇനി 30 ദിവസം പട്ടിണി കിടക്കണമല്ലോ എന്നുള്ള ചിന്ത ഉപേക്ഷിച്ചിട്ട് മഗ്ഫിറത്തിൻ്റെ മാസമാണല്ലോ റമദാൻ, അള്ളാഹു എനിക്ക് പുറത്തു തരും, അത്തരത്തിൽ ഒരുപാടധികം മഗ്ഫിറത്തുകൾ, ഒരുപാടധികം പൊറുക്കലുകൾ അള്ളാഹു വാരിക്കോരി കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേമാരിയായിട്ടുള്ള മാസമാണല്ലോ എന്നിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒന്ന് നിറയേണ്ടതായിട്ടുണ്ട്. പിന്നീടൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഉമ്മമാർ വീട്ടിലുള്ള മക്കളോട് പറയും, വേഗം അവിടെയെല്ലാം കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നേരെയാക്കി വെക്കാൻ. അപ്പോൾ ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ അതിഥിക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന സ്വഭാവത്തിൽ, ആ അതിഥിയെ ഏറ്റവും ഭംഗിയായ രൂപത്തിൽ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവത്തിൽ വീടിനെ നമ്മൾ വൃത്തിയാക്കി വെക്കും. ഇനി വൃത്തിയാക്കാൻ പറ്റാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ പലരുടെയും വീടുകളിലെ മുറികൾ കുറച്ചധികം അലങ്കോലപ്പെട്ട് കിടക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ആ മുറികൾ അടച്ചിടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ റമദാൻ നമ്മിലേക്ക് വരുമ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള മാലിന്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള ചളികൾ അതെല്ലാം വൃത്തിയാക്കി നമ്മൾ മുമ്പ് ചെയ്തു പോയിട്ടുള്ള, മുമ്പ് ഏർപ്പെട്ടിട്ടുള്ള തെറ്റുകളെല്ലാം നേരത്തെ പൊറുപ്പിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ, വാരിക്കോരി മഗ്ഫിറത്തുകൾ വാരി എറിയുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് തേടി ഒരുപാടധികം പറ്റുന്നത്ര പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ട് ശുദ്ധാത്മാക്കളായിക്കൊണ്ട് പറ്റാവുന്നത്രയും പരിശുദ്ധി പ്രാപിച്ചുകൊണ്ട് ഈ ഒരു റമദാനിലേക്ക് നാം പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ തെറ്റുകൾ ഉപേക്ഷിക്കുന്നൊരു കാര്യം വരുമ്പോൾ ഞാനടക്കം പല ആളുകൾക്കും ബുദ്ധിമുട്ട് വരുന്നത് നമുക്കിഷ്ടപ്പെട്ട പല തെറ്റുകളും ഉപേക്ഷിക്കുക എന്ന കാര്യത്തിലാണ്. പല തെറ്റുകളും നമുക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ പോലും ചില തെറ്റുകളുണ്ടാകും, അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട തെറ്റുകളായിരിക്കും. ആ തെറ്റുകൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ട് തോന്നുകയുമില്ല. അപ്പോൾ അത്തരം തെറ്റുകൾ പലർക്കും പലതായിരിക്കും. അപ്പോൾ അത്തരം തെറ്റുകൾ ഉപേക്ഷിക്കുക എന്നത് ഈ ഒരു നിർണായക സമയത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു നിർണായക സമയത്ത് ശ്വസിക്കുന്ന ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ എന്തെങ്കിലും കാര്യം ഉപേക്ഷിക്കണമെങ്കിൽ ആ ഉപേക്ഷിക്കലിൽ എന്തെങ്കിലും നന്മയുണ്ടാവണം, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും നേട്ടമുണ്ടാകണം. സിഗരറ്റ് ആളുകൾ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. മദ്യപാനവും എല്ലാം അങ്ങനെ തന്നെ. എന്നാൽ തെറ്റിൻ്റെ കാര്യം വരുമ്പോൾ അള്ളാഹു എനിക്ക് പുറത്തു തരില്ലേ? പിന്നെ ഈ ചെറിയ തെറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? ഈ ഒരു ചെറിയ തെറ്റും അള്ളാഹുവിൻ്റെ വലിയ മഗ്ഫിറത്തും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തല്ലേ വലുത് എന്ന് തുടങ്ങിയ സ്വഭാവത്തിൽ പല ആളുകളും ഇതിനെ ന്യായീകരിക്കാറുണ്ട്. പലപ്പോഴും ആ തെറ്റുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന ഒരുപാടധികം മാറ്റങ്ങൾ, ഒരുപാടധികം മോശമായ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. നമുക്കറിയാം, ഒരു നെൽപ്പാടം അല്ലെങ്കിൽ ഒരു പാടം, ഒരു കൃഷിത്തോട്ടം, അവിടത്തേക്കൊരു കുറച്ച് പന്നിക്കൂട്ടങ്ങൾ കയറിപ്പോവുകയാണ്. അല്ലെങ്കിൽ അറബി നാടുകളിൽ കാണുമ്പോൾ ജറാദ്, വെട്ടുകിളികൾ ഇങ്ങനെ പാറിപ്പറന്ന് കയറിപ്പോവുകയാണ്. വെട്ടുകിളിയുടെ ഒരു സ്വഭാവം അവ കൃഷി നാശമാക്കും, കേടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, ഏക്കർ കണക്കിന് കൃഷിയുള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തോട്ടത്തിലേക്ക് കൂട്ടമായിട്ട് ഇത്തരം നാശകാരികളായിട്ടുള്ള ജറാദുകൾ കയറിക്കൂടുകയാണ്. അങ്ങനെ അവയെല്ലാം നശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുകയാണ്.
അപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ആ ജറാദുകൾ പോയില്ലേ, വെട്ടുകിളി പോയില്ലേ, ആ ജീവികൾ പോയല്ലോ, ഇനി എന്താണ് പ്രശ്നമെന്ന്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കൃഷിത്തോട്ടം ആ ഒരു ജറാദിൻ്റെ ആഗമനത്തോടു കൂടി ആകെ നശിച്ചു പോയിട്ടുണ്ടാകും, ആകെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആണ് നമ്മുടെ മനസ്സും. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഒരിക്കലൊരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഈമാൻ നഷ്ടപ്പെടുക എന്ന്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴാണ് ഈമാൻ നഷ്ടപ്പെടുക എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉസ്താദ് കൊടുക്കുന്ന മറുപടി ഉണ്ട്. ശിഷ്യൻ ഈ ചോദ്യം ഗുരുവിനോട് ചോദിക്കുന്നത്, കുട്ടി ഈ ചോദ്യം ഉസ്താദിനോട് ചോദിക്കുന്നത് വെറുമൊരു ചോദ്യമായിട്ടല്ല. എപ്പോഴാണ് ഈമാൻ നഷ്ടമാകുന്നത്? അത് തെറ്റ് ചെയ്യുന്നതിന് മുമ്പാണോ, തെറ്റ് ചെയ്യുമ്പോഴാണോ, തെറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണോ? ഇതാണ് കുട്ടി ചോദിക്കുന്നത്. എപ്പോഴാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെടുക? ഞാൻ ആ തെറ്റ് ചെയ്തുകൊണ്ട്, ആ ഒരു തെറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണോ, ആ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണോ? എന്നാൽ ഉസ്താദ് ഇതിന് കൊടുക്കുന്ന മറുപടി, നീ ആ തെറ്റ് ചെയ്യുന്നതിന് മുമ്പൊന്നുമല്ല, ആ തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടും, ഈമാൻ നീങ്ങിത്തുടങ്ങുമെന്നാണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി. അപ്പോൾ ആ അർത്ഥത്തിൽ തെറ്റുകളെ പരമാവധി ഉപേക്ഷിച്ച് നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വെട്ടുകിളി കയറിയ തോട്ടത്തെ പോലെ നമ്മുടെ മനസ്സിനെ ഒരുപാട് നശിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അത് പുറത്തുനിന്നിട്ടുണ്ടാകും. എങ്കിൽ പോലും ആ ഒരു നശീകരണത്തിൽ നിന്ന്, ആ ഒരു തെറ്റ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോറലിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കണമെങ്കിൽ കുറച്ചധികം കാലെടുക്കും. അതുകൊണ്ട് തെറ്റ് ചെയ്തു, അള്ളാഹു പുറത്തു തന്നു, അതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ അതിൻ്റെ മറ്റുള്ള അപകടങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് ളുൽമുൻ നഫ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു ഖുതുബ ആർക്കും നിരാശകരമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 3 ആളുകളോടാണ് നമ്മൾ ളുൽമു ചെയ്യുന്നത്, അതിക്രമം ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് അള്ളാഹുവിനോടാണ്. കാരണം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു തന്നിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട്, അള്ളാഹു തന്നിട്ടുള്ള വെള്ളം കുടിച്ച് അതിൻ്റെ ആരോഗ്യത്തിലാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള വീട്ടിലോ അള്ളാഹുവിൻ്റെ വിശാലമായിട്ടുള്ള ഭൂമിയിലോ ആയിരിക്കും നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹു തന്നിട്ടുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അള്ളാഹു നൽകിയിട്ടുള്ള ശാരീരികമായിട്ടുള്ള കഴിവുകൾ, കണ്ണ്, കേൾവി, കാഴ്ച, കേൾവി തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ തെറ്റ് ചെയ്യുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ തെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനായിട്ട് നൽകിയ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരുവൻ തെറ്റ് ചെയ്യുന്നത്. അത് വലിയൊരു ളുൽമാണ് അള്ളാഹുവിനോട്. കാരണം അത് അള്ളാഹുവിനോട് ചെയ്യുന്ന അതിക്രമമാണ്. അള്ളാഹു അത് കൊടുത്തിരിക്കുന്നത് അവന് നന്മ ചെയ്യാനാണ്, മറിച്ച് അവനത് ചെയ്യുന്നത്, അവനത് ഉപയോഗപ്പെടുത്തുന്നത് തെറ്റ് ചെയ്യുവാനാണ്. രണ്ടാമത്തേത്, അവൻ ളുൽമ ചെയ്യുന്നത്, അവൻ അതിക്രമം ചെയ്യുന്നത് മലായിക്കത്തുകളോടാണ്. കാരണം മലായിക്കത്തുകളോട് അള്ളാഹു ആദമെ സുജൂദ് ചെയ്യാൻ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ആദം സന്തതികൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും മലക്കുകളാണ് സഹായികൾ എന്നർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മലക്കുകളുടെ അനുഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ മലക്കുകളുടെ സഹായം കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, മലക്കുകളുടെ സഹായം കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ മലക്കുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുകയാണെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിലും അവനെ സഹായിക്കൽ ആ മലക്കിൻ്റെ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥത്തിൽ നന്മക്ക് സഹായിക്കുവാനാണ് അള്ളാഹു ആ മലക്കിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ തിന്മക്കൊരു മനുഷ്യൻ ആ മലായിക്കത്തുകളെ ഉപയോഗിക്കുമ്പോൾ ആ മലായിക്കത്തുകൾ എന്ന അനുഗ്രഹത്തെ കൂടി നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ മലായിക്കത്തുകളോടുകൂടി ചെയ്യുന്ന ളുൽമാണത്, അതിക്രമമാണത്. മൂന്നാമത്തേത്, അത് ഓരോ മനുഷ്യനും അവനോട് തന്നെ ചെയ്യുന്ന ളുൽമാണെന്നതാണ്. കാരണം ആ ഒരു തെറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ നമ്മെ തന്നെ നരകത്തിലേക്കാണ് ഇടുന്നത്, വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മോടും മലക്കുകളോടും അള്ളാഹുവിനോടും നമ്മൾ ചെയ്യുന്ന ളുൽമാണ് ഈ ഓരോ തെറ്റുകളും, ഒരുവൻ ചെയ്യുകയാണെങ്കിൽ ഓരോ തെറ്റുകളും എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അത് ധിക്കാരമാണ്, അള്ളാഹുവിനോട് പച്ചയായ ധിക്കാരമാണെന്നതാണ്. ചെറിയ തെറ്റല്ലേ എന്നാലോചിക്കുമ്പോൾ അത് അള്ളാഹുവിനോടുള്ള ധിക്കാരം തന്നെയാണ്. എത്ര ചെറിയ തെറ്റാണെങ്കിലും അത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. എത്ര മിസ്കാല ഹബ്ബ, ഒരു അരിമണിത്തൂക്കം എന്നൊക്കെ പറയും പോലെ ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തെറ്റിൽ നിന്ന് നമ്മൾ പുറത്തു ചാടേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തേതെന്ന് പറയുന്നത്
അത് ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നത് തഅസീർ എന്നാണ്. നമ്മൾ തെറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ഇബാദത്തുകളായിക്കോട്ടെ നന്മകളായിക്കോട്ടെ എന്തായിക്കോട്ടെ, തെറ്റുകൾ ഒഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് അതിയായിട്ടുള്ള ബുദ്ധിമുട്ടും ക്ലേശവും അനുഭവപ്പെടും. ഒരുപാടധികം തെറ്റ് ചെയ്ത് തെറ്റുകളിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ ചെയ്യുക, നല്ലത് ആലോചിക്കുക, ഒരാളെക്കുറിച്ച് നല്ല സൽവിചാരം പുലർത്തുക എന്ന് തുടങ്ങിയിട്ട് അവൻ്റെ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക എല്ലാം അവൻ്റെ മേൽ ബുദ്ധിമുട്ടായി തീരും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വയാ അല്ലാഹിൽ അജബ് കൈഫ യജിദുൽ അബ്ദു അബ്വാബൽ ഖൈരി വൽ മസാലിഹ മസൂദതൻ അൻഹു വതുർഖഹ മുഅസ്സറതൻ അലൈഹി വഹുവ ലാ യഅലമു മിൻ ഐന ഉതിയ. ഒരു അടിമയുടെ കാര്യം അത്ഭുതമാണ്. നന്മയുടെയും ഖൈറിൻ്റെയും ക്ഷേമത്തിൻ്റെയും വാതിലുകൾ അവൻ്റെ മുമ്പിൽ അടക്കപ്പെടുകയാണ്. ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ അവൻ ഓരോ ആരാധനാകർമ്മം ചെയ്യാൻ നോക്കുമ്പോഴും ഒരുപാടധികം ബുദ്ധിമുട്ട്, ഒരുപാടധികം പ്രയാസം ആ ഓരോ ആരാധനാകർമ്മത്തിൽ അവൻ നേരിടുകയാണ്. പക്ഷെ അവനത് അറിയില്ല എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതെന്ന്. ഇത്രയും തെറ്റുകൾ അവൻ ചെയ്തു കൂട്ടി, എന്നിട്ട് അവൻ അറിയില്ല എങ്ങനെയാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ ഞാൻ ഈ ചെയ്തിട്ടുള്ള ഇബാദത്ത്, ഞാൻ മുന്നേ നിസ്കരിച്ചിട്ടുള്ള നമസ്കാരങ്ങൾ, അതെനിക്ക് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാൻ സാധിച്ചു. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴെനിക്കത് നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്നവൻ ആലോചിക്കുന്നത് വളരെ വലിയ അത്ഭുതമാണ്. കാരണം അവൻ്റെ ആമാലിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമത്തേത്, അത് നമുക്ക് ഖബറിൽ ഉത്തരം പറ്റാത്ത കോലത്തിൽ നമ്മെ മാറ്റി തീർക്കുമെന്നുള്ളതാണ്. ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഹദീസുകൾ മുഴുവൻ വായിച്ചാൽ സമയം നീണ്ടുപോകുന്നുള്ളതാണ് മുഴുവൻ വായിക്കാത്തത്. നമുക്കറിയാവുന്ന സംഭവം തന്നെയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ നമ്മുടെ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ, കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി നമ്മെ മണ്ണിട്ട് മൂടി, നമ്മുടെ ഉച്ചവരും ഉടയവരും തലേ ദിവസം വരെ തോളത്ത് കൈയിട്ട് നടന്നവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം 2 മലക്കുകൾ വരും. അപ്പോൾ ഒരു ചോദിക്കും, മൻ റബ്ബുക്. നമുക്കറിയാം ആ 3-4 ചോദ്യങ്ങൾ. ആരാണ് നിൻ്റെ റബ്ബ്? ആരാണ് നിൻ്റെ നബി? എന്താണ് നിൻ്റെ ദീന്? ഏതാണ് നിൻ്റെ കിതാബ്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റണമെങ്കിൽ ദുനിയാവിൽ അത് ഹിഫ്ളാക്കിയാൽ പോരാ. ദുനിയാവിൽ എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ ഗ്രന്ഥം കിതാബ് ഖുർആനാണ്, എൻ്റെ ദീൻ ഇസ്ലാമാണ്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് റസൂലിലാണ് എന്ന് നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. അത് അവിടെ ഉപകാരപ്പെടൂല. മറിച്ചത് ആര് പ്രായോഗികവൽക്കരിച്ചുവോ, ആര് ഇസ്ലാമായിക്കൊണ്ട് ജീവിച്ചുവോ, മുസ്ലിമായിക്കൊണ്ട് ജീവിച്ചുവോ, അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ചുവോ, തെറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ ഈ തെറ്റ് അതിനേക്കാൾ വലുത് എനിക്ക് അള്ളാഹുവും അവൻ നിശ്ചയിച്ചിട്ടുള്ള സ്വർഗവുമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആ തെറ്റിനെ മാറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന് 2 സ്വർഗമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ തെറ്റുകൾ ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഹൃദയാന്ധകാരം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇരുട്ട് വന്ന് നിറയും. നമുക്ക് ഹിദായത്ത് പ്രാപിക്കാൻ സാധിക്കില്ല, നമുക്ക് നേർവഴി കാണാൻ സാധിക്കില്ല, ഒരു അന്ധനെ പോലെ. പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ദുൽമത്തുൻ യജിദുഹാ ഫി ഖൽബിഹി ഹഖീഖത്തുൻ ലിൽ ഹഖീഖത്തൻ. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല. ഹൃദയത്തിൽ അന്ധകാരം എന്ന് പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമേ അല്ല. പണ്ഡിതന്മാർ പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള അന്ധകാരമെന്നാണ്. അവർ പറയുന്നത്, യഹ്സു ബിഹാ കമാ യഹ്സു ബിദുൽമത്തിൽ ലൈലിൽ ബഹീമി ഇദാ അദല്ലഹു. ഒരു രാത്രി അതിൻ്റെ കൂരിരുട്ട് എന്നുള്ള സ്വഭാവം പ്രാപിക്കുന്നതോടുകൂടി കണ്ണുകൾക്ക് ആ രാത്രിയിൽ ഒന്നും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെയാണ് തെറ്റുകൾ അധികരിച്ചൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവപ്പെടുക. തുടർന്ന് അവർ പറയുന്നത്, അങ്ങനെ ഒരു കൂരിരുട്ടിൽ അവൻ്റെ കണ്ണിന് എന്താണോ അനുഭവപ്പെടുന്നത്, തപ്പിത്തറയിലായിരിക്കും അനുഭവപ്പെടാം. മുമ്പോട്ട് കാണാൻ പറ്റില്ല. കുഴിയുണ്ടെങ്കിലോ പാമ്പുണ്ടെങ്കിലോ മുള്ളുണ്ടെങ്കിലോ കല്ലുണ്ടെങ്കിലോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത്, ആ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ്റെ കണ്ണിന് എന്താണോ അനുഭവപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് തെറ്റുകളിൽ മുങ്ങിക്കുളിച്ച് തെറ്റുകൾ ഒരുപാട് ചെയ്ത് അള്ളാഹുവിനെ അനുസരിക്കാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ കണ്ണ് കാണാത്ത മനുഷ്യൻ മുള്ളിൽ പോയി കാല് കുത്തും, കല്ലിൽ പോയി കാല് കുത്തും, കല്ലിൽ പോയി കാലിടിക്കും, കുഴിയിൽ പോയി ചാടും, പാമ്പുണ്ടെങ്കിൽ കാണില്ല, മാളത്തിൽ പോയി ചവിട്ടും എന്ന് തുടങ്ങിയിട്ട് അവൻ്റെ ഹൃദയം തെറ്റിനാൽ പൊതിഞ്ഞ രൂപത്തിലാവുമ്പോൾ ബിദ്അത്ത് അവനെ തിരിച്ചറിയാൻ പറ്റൂല, തെറ്റെന്താണെന്ന് തിരിച്ചറിയാൻ പറ്റൂല.
സത്യമേതാണ് അസത്യമേതാണെന്ന് തിരിച്ചറിയാൻ പറ്റൂല. ഇന്ന ശൈത്താന ലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിലുള്ള ഒരു പൊരുളെന്ന് പറയുന്നത് പിശാച് ശത്രു തന്നെയല്ലേ, എന്തുകൊണ്ട് ശത്രുവിനെ പിന്നെയും ശത്രുവായിട്ട് തന്നെ കാണണം ഇങ്ങനെ എന്നൊരാൾ ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പിശാച് എപ്പോഴും ശത്രുവായിട്ടല്ല മനുഷ്യന്മാരുടെ മുമ്പിലേക്ക് വരാം. ആദം നബിയുടെ മുമ്പിലേക്ക് വന്ന് ശത്രുവായിട്ടല്ല. അതുപോലെ ഓരോ മനുഷ്യന്മാരുടെയും മുന്നിലേക്ക് പിശാച് വരുന്നത് ശത്രുവായിട്ടല്ല, മിത്രമായിട്ടാണ്. കാരണം ശത്രുക്കളെ ആളുകൾ അകറ്റും, അതുകൊണ്ട് മിത്രമായിട്ടാണ് പിശാച് വരുള്ളൂ. അതുകൊണ്ട് ആ ഒരു ശത്രുവിനെ ശത്രുവായിട്ട് കാണാൻ അള്ളാഹു പറയുമ്പോൾ അതിൻ്റെ പൊരുളെന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നുള്ളതാണ്. കാരണം തെറ്റുകളിൽ മുങ്ങിക്കുളിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചിൻ്റെ ഈ കെണിയെ അവന് നെല്ലും പതിരും പോലെ വേർതിരിച്ചറിയാൻ പറ്റൂല. അള്ളാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന് പണ്ഡിതന്മാർ പറയുന്നത് അവൻ ആയുസ്സിൽ കുറവുണ്ടാവും എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ആഴത്തിൽ അറിയില്ല എങ്കിൽ പോലും പണ്ഡിതന്മാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അദ്ദാഉ വദ്ദവാ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു വരും. അതെങ്ങനെയാണ് നമ്മൾ തന്നെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിവായിട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീടൊന്നാണ് ഇക്റാഹുല്ലാഹ് വൈക്റാഹുൽ മലായിക വൈക്റാഹുൻ നാസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും മൂർത്തമായിട്ടുള്ളൊരു സ്വഭാവം. തെറ്റ് ചെയ്യുന്നവൻ ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അടിമയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അവൻ്റെ കർമ്മങ്ങൾ കണ്ടിട്ട് അള്ളാഹുവിനോടുള്ള അവൻ്റെ ആത്മാർത്ഥത കണ്ടിട്ട് അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റസൂല് പറയുന്നത് ദഅ ജിബ്രീൽ ഫഖാല, അള്ളാഹു ജിബ്രീലിനെ വിളിച്ചു വരുത്തും. എല്ലാ മലക്കുകൾക്കും അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റില്ല. ജിബ്രീലാണ് സയ്യിദുൽ മലായിക, മലായിക്കത്തുകളുടെ നേതാവ്. അപ്പോൾ മലായിക്കത്തുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീലിനെ അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ചു വരുത്തും. എന്നിട്ട് പറയും, എന്താണ്, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ജിബ്രീലെ ഞാൻ ഇന്ന മനുഷ്യരെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഇന്ന അടിമകളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ കർമ്മങ്ങൾ എനിക്ക് പ്രീതിപ്പെട്ടു, അതുകൊണ്ട് നീയും അവൻ ഇഷ്ടപ്പെടുക എന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയും. അപ്പോൾ അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. പിന്നീട് സുമ്മ യുനാദി ഫിസ് സമാഇ ഫയഖൂൽ, പിന്നീട് ആകാശത്തുള്ള എല്ലാവരെയും ജിബ്രീൽ അലൈഹിസ്സലാം വിളിക്കും. ആകാശത്തുള്ള മലായിക്കത്തുകൾ എല്ലാവരെയും വിളിച്ചു വരുത്തും, അല്ലെങ്കിൽ അവരോടൊക്കെ വിളിച്ചു പറയും. ഫയഖൂൽ, എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബുഹു. ജിബ്രീൽ അലൈഹിസ്സലാം മലായിക്കത്തുകളോട്, എണ്ണം തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര മലായിക്കത്തുകളുണ്ട് ആകാശത്ത്, അത്രയും മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും. ഈ മലായിക്കത്തുകളെ കുറിച്ചിട്ട് പറയുന്നത്, അവർക്ക് കഅബ പോലെ ഒരു ബൈത്തുൽ മഅമൂർ ഉണ്ട്, അവർക്ക് ഹജ്ജ് പോലെ ഒരു കർമ്മം ചെയ്യാനായിട്ട്. ഒരിക്കൽ 70,000 മലക്കുകൾ അവിടെ ഈ പറഞ്ഞ തവാഫ് ചെയ്യും. എന്നിട്ട് അവർ പോകും, അടുത്ത ഒരു ബാച്ച് മലായിക്കത്തുകൾ വരും, അടുത്തൊരു 70,000 മലായിക്കത്തുകൾ വരും തവാഫ് ചെയ്യാൻ. ഈ കഴിഞ്ഞു പോയ മലായിക്കത്തുകൾ പിന്നെ ഒരിക്കലും ഇവിടെ തവാഫ് ചെയ്യാൻ വരൂല. കാരണം സ്ഥിരമായിട്ട് അടുത്ത വന്നുകൊണ്ടിരിക്കും, അടുത്ത 70,000 വെച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കൽ തവാഫ് ചെയ്ത മലക്കിന് പിന്നീട് ഒരിക്കലും തവാഫ് ചെയ്യാൻ പറ്റില്ല. അത്രത്തോളം എണ്ണമുണ്ട് മലായിക്കത്തുകൾ. അപ്പോൾ അത്രത്തോളം എണ്ണം വരുന്ന മലായിക്കത്തുകളെ വിളിച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര അടിമകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്ന മനുഷ്യരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുക എന്ന് മലായിക്കത്തുകളോട് എല്ലാവരോടുമായിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാം പറയും. അങ്ങനെ ഈ അഹ്ലുസ്സമാ, ആകാശത്തുള്ള എല്ലാ മലക്കുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. ഖാല സുമ്മ യുളഉ ലഹു അൽ ഖുബൂൽ ഫിൽ അർദ്, പിന്നീട് ഭൂമിയിൽ അവൻ ഒരുപാട് സ്വീകാര്യത ഉണ്ടാകും. നമ്മൾ പല ദീനിയായിട്ട് ജീവിക്കുന്ന മുത്തഖികളായിട്ടുള്ള ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ സൂക്ഷിച്ചൊക്കെ മനസ്സിലാകും, ഭൂമിയിൽ അവൻ ഒരുപാട് ഖുബൂലുണ്ടാവും, സ്വീകാര്യത ഉണ്ടാവും. ആളുകൾ ഒച്ചപ്പാടെടുത്ത് വളരെ ശബ്ദത്തിൽ പല കാര്യങ്ങളും പറയുമ്പോൾ ചില മനുഷ്യരുണ്ടാവും, അവർ അള്ളാഹുവിൻ്റെ അടിയാറുകളായിരിക്കും. അവർ പതുക്കെ പറഞ്ഞാൽ മതി, ആളുകൾ ഒച്ച വെക്കുന്ന ആളുകൾ സമാധാനത്തോടെ ഒച്ച കുറച്ചിട്ട് അവരുടെ വാക്കുകൾ കേൾക്കും. അതൊക്കെ അതിനൊരു അലാമത്തായിട്ട്, ഒരു അടയാളമായിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ അഹ്ലുസ്സമാ മുഴുവൻ ആ മനുഷ്യന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു, അവൻ ചെയ്യുന്ന നന്മകൾ കൊണ്ട്. ഇനി തിരിച്ചും അള്ളാഹു പറയുന്നുണ്ട്, ഇതേ സ്വഭാവത്തിൽ അള്ളാഹു ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിക്കുന്നു, ആ മനുഷ്യനെ വെറുക്കാൻ പറയുന്നു, കാരണം ഞാൻ അവനെ വെറുത്തു എന്ന് അള്ളാഹു പറയുന്നു.
പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം ഇതുപോലെ തന്നെ അഹ്ലുസ്സമാഇനോട് വിളിച്ചു പറയും, എല്ലാ മലായിക്കത്തുകളോടും വിളിച്ചു പറയും, ആ മനുഷ്യനെ അള്ളാഹു വെറുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ വെറുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രത്തോളം നമുക്ക് നേട്ടങ്ങൾ തരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകൾ, ഞാൻ പറയുന്നത് അറിയാണ്ട് എപ്പോഴും തെറ്റുപറ്റിപ്പോയി, അതിന് മലായിക്കത്തുകൾ മുഴുവൻ നമ്മൾ വെറുക്കുന്നല്ല, സ്ഥിരമായിട്ട് അള്ളാഹു ഇത് ഇഷ്ടപ്പെടുന്നില്ല, ഈ തെറ്റെനിക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്ന് ഒരു മനുഷ്യന് ബോധ്യം ഉണ്ടായിട്ട് അവൻ അത് അവഗണിക്കുന്നില്ല. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പറയുന്നത്. പിന്നീട് പറയുന്നതാണ്, പല പണ്ഡിതന്മാർ പറയുന്നതാണ് തെറ്റിൻ്റെ ഒരു പ്രശ്നം, ഒരു പ്രതിഫലനം. തെറ്റ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് നമ്മുടെ റിസ്ക്കുകളെ വഴിമുട്ടിച്ച് കളയും. നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഭവങ്ങൾ, റിസ്ക്ക്, അതിനെ തടഞ്ഞു നിർത്തുകയും ഉള്ള റിസ്ക്കിനെ തന്നെ കളയുകയും ചെയ്യും. നമ്മുടെ തെറ്റുകൾ വർദ്ധിക്കുമ്പോൾ, അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം മോശപ്പെടുമ്പോൾ. ഈ റിസ്ക്ക് എന്ന് പറയുമ്പോൾ പല ആളുകളും പൈസയാണ് പെട്ടെന്ന് ആലോചിക്കാറ്. എന്നാൽ പണ്ഡിതന്മാർ റിസ്ക്ക് എന്ന കാറ്റഗറിയിലെ ഏറ്റവും താഴെ തട്ടിലാണ് പൈസ തന്നെ ഇരിക്കുന്നത്. നല്ല നല്ല ചങ്ങാതിമാർ നമുക്ക് റിസ്ക്കാണ്, നല്ല ഭക്ഷണം നമുക്ക് റിസ്ക്കാണ്, മേൽക്കൂരയുള്ളൊരു വീട് നമുക്ക് റിസ്ക്കാണ്, കെട്ടുറപ്പുള്ളൊരു വീട്, നല്ല ഭാര്യ സന്താനങ്ങൾ നമുക്ക് റിസ്ക്കാണ്. അതിലേറ്റവും താഴെയാണ് സമ്പാദ്യം. സമ്പത്തില്ലാതെ എത്ര മനുഷ്യർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടാകണം, ഖുർആനിനോട് അടുക്കണം, ഖുർആൻ ഇങ്ങനെ ഓതണം. ഒരു ദിവസം ഒരു ജുസ്ഓ 10 പേജെങ്കിലൊക്കെ ഓതാൻ നമുക്ക് സാധിക്കണം, നമുക്കെല്ലാവർക്കും സാധിക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റിസ്ക്ക് തടയപ്പെടും. അവനിപ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. അവൻ തെറ്റ് ചെയ്യുമ്പോൾ അവന് കിട്ടുക തെറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ, അവൻ തെറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ അവൻ്റെ ഫോണിലെ അൽഗോരിതം വർക്കായിട്ട് അവന് വരുന്ന ഫീഡുകൾ, അവന് വരുന്ന റീലുകൾ, അവന് വരുന്ന യൂട്യൂബ് ഷോർട്സുകൾ ആ അർത്ഥത്തിൽ മോശപ്പെട്ടതായിരിക്കും. ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരം പണ്ഡിതന്മാരുടെ ഇത്തരം കൗലുകളെ നമുക്ക് ആ രീതിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തെറ്റ് വിചാരിച്ചുകൊണ്ട് തെറ്റ് നോക്കിക്കൊണ്ടാണ് സ്ക്രോൾ ചെയ്യണതെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് വിചാരിച്ചുകൊണ്ടാണ് സ്ക്രോൾ ചെയ്യണതെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തെറ്റോ ഹറാമോ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളത് കുറച്ചു നേരം നോക്കും. നമ്മളെന്ന് പറയുമ്പോൾ ഇത്തരം ചില ആളുകൾ ഇത്തരം തെറ്റ് വിചാരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യണം എന്നുള്ള മനോഭാവത്തോടു കൂടി ഫോൺ നോക്കുന്ന ആളുകൾ, അങ്ങനെ ആ തെറ്റ് ആ മനുഷ്യൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ ഫോണിനത് മനസ്സിലാകും, അവൻ്റെ അൽഗോരിതത്തിന് മനസ്സിലാകും, ഈ മനുഷ്യനിത് വേണം, ഈ തെറ്റ് വേണം, അല്ലെങ്കിൽ ഈ ഒരു അശ്ലീലത അവനത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ഒരു ഫോൺ ആഗ്രഹിക്കൂല, എന്ത് വേണ്ട, ഒരു 10 തമാശ വീഡിയോ അവൻ കണ്ട് ഒരു വീഡിയോ അവൻ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കണ കാണട്ടെ എന്ന്. അല്ല, 10 തമാശ വീഡിയോ കണ്ടാൽ പിന്നെയും ഫോൺ നമുക്ക് കാണിച്ചു തരാം, പിന്നെയും ഇൻസ്റ്റഗ്രാം നമുക്ക് റെക്കമെൻഡ് ചെയ്യുക 11ാമത്തെ ഒരു തമാശയോ അശ്ലീലമോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ആ രീതിക്ക് തെറ്റുകൾ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളിലേക്ക് വരുന്ന റിസ്ക്കുകളെ ഹൈറാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരുപാടധികം നന്മകൾ ചെയ്തിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളെ മാറ്റി നിർത്തി കഴിയുന്നിടത്തോളം അള്ളാഹുവിൽ വിശ്വസിച്ച് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പാതയിൽ നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകൾ, എനിക്കും നിങ്ങൾക്കും വന്നുപോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും അതോടൊപ്പം കൂടുതൽ മെച്ചപ്പെടുത്താൻ, ഈമാനികമായി മെച്ചപ്പെടുത്താൻ അള്ളാഹു നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തൊരുപാട് ജനങ്ങൾ, ഫലസ്തീനിലടക്കം അതിശൈത്യമാണ്, കൊടും തണുപ്പാണ്. കുട്ടികൾ മരം കോച്ചുന്ന തണുപ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഭക്ഷണമില്ല. ഭക്ഷണമുള്ള കുട്ടികൾ പറയുന്നത് എനിക്ക് ഉമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം എന്നാണ്. ഉമ്മവർക്കില്ല, വാപ്പയില്ല, എന്തെങ്കിലും എവിടെയാണെന്ന് അറിയില്ല. ഇത്തിരി പോകുന്ന കുട്ടികൾ അവരുടെ ഇരട്ടി വലിപ്പമുള്ള വെള്ളക്കുപ്പികൾ ചുമന്നുകൊണ്ട് പോകാൻ പറ്റും, കരച്ചിൽ വരും. ചെറിയ പെൺകുട്ടികൾ അവരുടെ മുഖമാകെ വികൃതമായിട്ടുണ്ടാവും. വൈറ്റ് ഫോസ്ഫറസ് ബോംബ് പോലത്തെ ഒരുപാടധികം മാരക ബോംബിട്ടിട്ട് കുട്ടികളുടെ മുഖമൊക്കെ ആകെ വിളറി വെളുത്തിട്ടുണ്ടാവും, തൊലിയൊക്കെ പോയിട്ട് ആകെ ചുവന്നുമായിട്ടുണ്ടാവും. ഇത്രത്തോളം ഇടങ്ങേറ് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ ഒരു റമദാൻ കടന്നു വരികയാണ്, റഹ്മത്തിൻ്റെ മാസമാണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകുമാറാകട്ടെ. ദീനിനെ കളങ്കമേൽപ്പിക്കുവാനായിട്ട്, ദീനിനെ ഒരുപാടധികം മോശപ്പെടുത്തുവാനായിട്ട്, ദീനിനെ ആക്രമിച്ചുകൊണ്ട്, ആയുധം കൊണ്ടും വാക്കുകൾ കൊണ്ടും ദീനിനെ ആക്രമിക്കുന്നവരോട് മനുഷ്യരുണ്ട്. അള്ളാഹു അവരെല്ലാവരും നശിപ്പിച്ച് കളയുമാറാകട്ടെ. അള്ളാഹു അവരെല്ലാവരും തോൽപ്പിച്ച് അവരുടെ എല്ലാ റിസ്ക്കുകളെയും അവരുടെ എല്ലാ വിഭവങ്ങളുടെയും ഭൗതിക വിഭവങ്ങളുടെയും ആ ഒരു കിട്ടൽ കുറച്ച് അതെല്ലാം നശിപ്പിച്ച് കളയുമാറാകട്ടെ. അവരുടെ ശത്രു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തെ
ചിഹ്നം ഭിന്നമാക്കി കളയുമാറാകട്ടെ. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഅഫി അന്നി വഅൻകും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ-ഫറദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരായ വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ നമ്മുടെ മുകളിലുള്ളത് ആകാശമാണെങ്കിലും ചുറ്റുമുള്ളത് 4 മതിലുകളാണെങ്കിലും അവനെ വിശ്വസിച്ച് അവനിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുവാൻ രണ്ടാമതായിക്കൊണ്ട് എന്നോടും തുടർന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.